നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്നന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്ന വിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്ന ജനനീ. ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ വ്യത്യസ്തമെന്നല്ലോ. കൊല്ലൂർ മൂകാംബികയിൽ വാഗ്ദേവതയായ സരസ്വതിയെ പ്രതിഷ്ഠിച്ചതുപോലെ ശിവഗിരിയിൽ ശാരദാദേവിയും ഗുരു പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഈ സമയത്ത് ഗുരു രചിച്ചതാണ് കാവ്യസമ്പുഷ്ടമായ ജനനീ നവരത്ന മഞ്ജരി. SNDPയുടെ 9ാം വാർഷികവും ശാരദാ പ്രതിഷ്ഠയും ഒന്നിച്ചായിരുന്നു. ശാരദമതത്തിന് പല പ്രത്യേകതകളുമുണ്ടല്ലേ? വെള്ളത്താമരയിലാണ് വാഗ്ദേവതയായ ശാരദാ പ്രതിഷ്ഠ. കേരളീയ വാസ്തുവിദ്യയുടെ പുതിയ മാനങ്ങൾ ശാരദാ മഠത്തിൽ കാണാം. അഷ്ടകോൺ കെട്ടിടം, പലവിധ വർണ്ണ കണ്ണാടികൾ, ജനാലകൾ, ക്ഷേത്രത്തിനു ചുറ്റും കുട്ടി മതിലുകൾ. ശാരദാ വിഗ്രഹം ഗുരുവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ചെയ്യിപ്പിച്ചത്. ഗുരുവിന്റെ ആത്മസമർപ്പണം കൂടിയാണല്ലേ? തീർച്ചയായും വിപുലമായ തയ്യാറെടുപ്പുകളായിരുന്നു. ഇതിനായി കുമാരനാശാനെ കൊണ്ട് പരസ്യവും കുടിപ്പിച്ചു, വിവേകോദയത്തിൽ. അതും കൗതുകമെന്നല്ലോ. അതെ, 1912 ഒരു പൗർണമി നാളിൽ ശ്രീ ശാരദയെ ഇവിടെ കുടിയിരുത്തി. ആഘോഷങ്ങളില്ല, ആഡംബരങ്ങളില്ല. ശാരദയ്ക്ക് വെള്ളവും പൂവും മതിയെന്ന് മഹാഗുരു കൽപ്പിക്കുകയും ചെയ്തു. ജനനി നവരത്ന മഞ്ജലി, 9 gems. മീനായതും ഭവതി, മീനായതും ഭവതി, മാനായതും ജനനി, മാനായതും ജനനി, നീ നാഗവും, നീ നാഗവും, നഖഖം, നഖഖം, താനായതും ധര, താനായതും ധര, നദീ നാരിയും നരനും, നദി നാരിയും നരനും, ആ നാഗവും നരകവും, ആ നാഗവും നരകവും. അയ്യോ. ശാരദാമഠവും പ്രതിഷ്ഠയും ഒരു മഹാസംഭവമാവണം, മാതൃകയാവണം. സ്വാമിയുടെ മനസ്സിലുള്ളത് അതേ രീതി തന്നെ വേണം, ഒരു മാറ്റവും പാടില്ല. അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണല്ലോ. ഡോക്ടർ പൽപുവിനോട് നാം എല്ലാം പറഞ്ഞു. ഇരുളടഞ്ഞ ശ്രീകോവില് വേണ്ട, കാറ്റും വെളിച്ചവും വരാൻ ജനാലകൾ വേണം, അഭിഷേകങ്ങൾ പാടില്ല, ഒരു നിലവിളക്ക് കൊളുത്തി വെക്കണം, തൂശനിലയിൽ തെറ്റിപ്പൂ പുഷ്പാഞ്ജലി ഇട്ടാൽ മതി എന്നൊക്കെയാ സ്വാമി സൂചിപ്പിച്ചത്. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിൽ നിന്ന് എത്രയോ മാറ്റം. ഓരോ നിമിഷവും മാറ്റമല്ലേ കുമാര, പ്രകൃതിയും കാലവും ചിന്തകളും ഒക്കെ. മാറ്റുവിൻ ചട്ടങ്ങളെന്നല്ലേ കുമാരുവിന്റെ ചൊല്ല്. ശാരദാമഠം പണി തുടങ്ങും മുമ്പേ ലോകത്തിലെ വിവിധ ദേവാലയങ്ങളുടെ ചിത്രം കാണണമെന്ന് സ്വാമി ആവശ്യപ്പെട്ടിരുന്നു. അതിനു സംഘടിപ്പിച്ചതായത്. ബോധിച്ചുവോ? ഡോക്ടറും കുമാരവും ശേഖരിച്ച ചിത്രങ്ങളൊക്കെ നാം കണ്ടു.
വത്തിക്കാൻ പള്ളി, അസീസി പള്ളി, കോൺസ്റ്റാന്റിനോപ്പിളിലെ സോഫിയയ്ക്ക് പണിത ദേവാലയം. അത് കൊള്ളാം. പിന്നെ പ്രതിഷ്ഠാ സമയത്ത് ഡോക്ടർ പൽപുവിന്റെ മകൾ ആനന്ദലക്ഷ്മിയുടെ വീണ വായന. അത് കൊള്ളാം. കുമാരുവിന്റെ മനസ്സിലും വന്നു കാണുമല്ലോ വാഗ്ദേവതാ ചിത്രം. പൂർണ്ണമായില്ല സ്വാമി. ആയത് കേക്കട്ടെ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വര ശാരദേ ചതുരസ്യാക്ഷി ശരശ്ചന്ദ്രമരീചികേ. കൊള്ളാം. ശാരദാഷ്ടകം പ്രാർത്ഥനാ ഗീതമാവും. വാഗ്ദേവത നൃത്തം ആടുകയാണല്ലോ. എല്ലാം സ്വാമിയുടെ കടാക്ഷം. ശാരദ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിവേകോദയത്തിൽ ഒരു പരസ്യം കൊടുക്കണം. സ്വാമി പറഞ്ഞാ മതി, ഞാൻ കുറിച്ചോളാം. എന്താ, തയ്യാറാക്കിയോ? വായിക്കട്ടെ സ്വാമി. കഴിഞ്ഞോ? കുമാരു എല്ലാത്തിലും മുന്നിലാണല്ലോ. ഒരു ക്ഷേത്രസ്ഥാപനം വർക്കല ശിവഗിരിയിൽ സ്വജനങ്ങളുടെ പൊതു ഉപയോഗത്തിനും നന്മയ്ക്കും വേണ്ടി ശാശ്വതമായ ഒരു ദേവാലയവും സംസ്കൃത വിദ്യാമന്ദിരവും സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ ആ ചെലവുകൾക്കായി മനസ്സും ശക്തിയുമുള്ള സുഹൃത്തുക്കളോട് ഓരോ ഉറുപ്പിക സംഭാവനയായി ആവശ്യപ്പെട്ടുകൊള്ളുന്നു. കുമാരു എഴുതിയതിലും ശാരദ പ്രസാദിച്ചു നിൽക്കുകയാണല്ലോ. സ്വാമി ആശിച്ചാൽ ഏതു ദേവതയാണ് പ്രസാദിക്കാത്തത്? സ്വാമി ഒപ്പിട്ടാലും. മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഖകം. നമ്മുടെ ശാരദയ്ക്കായി കാത്തിരിക്കുക. ആ
ഈ ജന്മം ഇത്രയും ജനസഞ്ചയത്തെ ഒരുമിച്ച് കണ്ടിട്ടില്ല. ഇത് മലയാളത്തിന്റെ മറ്റൊരു തിരുവോണം തന്നെ. വാദ്യമേളം, കച്ചേരി. വരും ദിനങ്ങളിൽ ശാരദാദേവിക്ക് മുന്നിലെ പൂജയും അർച്ചനയുമെല്ലാം ലളിതം. സൂര്യൻ ഉദിച്ചു വരുമ്പോ പ്രത്യേക മേളങ്ങളും ഒരുക്കങ്ങളും വേണോ? അതുപോലെ അറിവിന്റെ ദേവത ഉദിക്കുമ്പോൾ സ്വാമി മനസ്സിൽ രചിച്ച മഞ്ജരി കേട്ടില്ല. പ്രതിഷ്ഠ കഴിഞ്ഞ സ്ഥിതിക്ക് ആ പ്രസാദം കൂടി ഭക്തർക്ക് ഏറ്റുവാങ്ങണം. ശിവഗിരിയും ജനസഹസ്രങ്ങളും സാക്ഷാൽ പ്രകൃതിയും ഗുരുവിന്റെ അക്ഷര നവമഞ്ജരിക്കായി കാതോർക്കുകയാണ്. മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഖഗം താനായതും ധരനദീ നാരിയും നരനും ആനാഗവും നരകവും. ഭൂമിയും അമ്മയും ദേവിയും ഒന്നായി വന്നു നിറയുന്ന ജനനീ നവരത്ന മഞ്ജരി. സ്വാമിയുടെ ആത്മതപസ്സിന്റെ ഫലം ജനകോടികൾക്കായി കിട്ടി. മഹാപുണ്യം. ജനാർദ്ദന, ആശാനെ, സ്വാമി വിളിക്കുന്നു. വരൂ. സ്വാമി. ആ, സ്വാമിയെ കാണാൻ വന്നതാ. പേരെന്താ? ജനാർദ്ദനൻ. അപ്പോ രക്ഷകനാണല്ലോ. ഇതിനു മുമ്പ് പൊന്മുടിയിലെ എസ്റ്റേറ്റ് ഉടമയായ മദാമയുടെ ഡ്രൈവറായിരുന്നു. അപ്പോ ഇംഗ്ലീഷും സംസാരിക്കോ? കേട്ടാ മനസ്സിലാവും. നന്നായി ഓടിക്കോ? ഓടിക്കും. ആദ്യം കുമാരു തന്നെ യാത്ര ചെയ്ത് നോക്ക്. എങ്ങനെ ഉണ്ടെന്നറിയാലോ. ചെല്ല. ഓ, വാ. നമുക്കൊന്ന് പോയി നോക്കാം. വണ്ടിയുടെ കണ്ടീഷനൊക്കെ അറിയട്ടെ. എടുത്തോളൂ, പോയി വരാം. സ്വാമി, എന്താ കുമാരുവിന് ബോധിച്ചോ? ബോധിച്ചു സ്വാമി. എങ്കിൽ നാളെ മുതൽ ജനാർദ്ദനം വരട്ടെ. അങ്ങനാട്ടെ. കൊള്ളാം, നന്നായി ഓടിക്കുന്നുണ്ട്. നല്ല ശ്രദ്ധയുമുണ്ട്.
ആണ്. കൺ കണ്ട സ്വാമി. ദൈവം. മഹാകവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇരിക്കാം. രണ്ടാളും ഉണ്ടല്ലോ. ഞാൻ മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ സ്വാമി. അപ്പോ കൂടെ വന്ന സരസ്വതിയെ മറന്നു. ഓ സ്വാമി, കാര്യം ഇപ്പോഴാ പിടികിട്ടിയത്. കർണഭൂഷണം മുമ്പ് കുമാരു കുറെ ചൊല്ലി കേൾപ്പിച്ചിട്ടുണ്ട്. ഭൂഷണം കൊള്ളാം. കുമാരുവിന്റെ ചിന്താവിഷ്ടയായ സീത പ്രമാദം. എത്ര നാളാ കുമാരു സീതയെ അന്വേഷിച്ച് നടന്നത്. ശ്രീരാമനേക്കാൾ അലഞ്ഞു. വർഷങ്ങൾ നീണ്ട അലച്ചിൽ. ഒടുവിൽ സ്വാമി വേണ്ടി വന്നു. ഒടുവിൽ സീതയെത്തി കുമാരുവിന്റെ ഉള്ളു തുറന്നു. ഗുരുപൂജാ സമയമായി. കവി വന്ന സമയം കൊള്ളാം. സമയം നോക്കാതെ വന്നതാ, എന്നിട്ടും ഒത്തു. ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കാൻ ഗുരു ആരെ അനുവദിക്കാറില്ല. ഗുരുപൂജ അവിടുത്തെ പ്രസാദമാണ്. ഒരു ജനതയ്ക്കുള്ള അമൃതാണ്.